പ്രിയമുള്ളവരെ, ജലീലാണ്, കോഴിക്കോട് തെക്കേപ്പുറം. നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ പേര് ബഷീർ എന്നാണ്. ഇദ്ദേഹത്തിന് നമുക്കൊരു 6-7 കൊല്ലത്തെ പരിചയമാണ്. 57 വയസ്സായി. ഇദ്ദേഹത്തിൻ്റെ വീട് കോഴിക്കോട് കല്ലായിലാണ്. ഭാര്യയുണ്ട്, മക്കളുണ്ട്, സുഹൃത്തുക്കളുണ്ട്, കുടുംബങ്ങളുണ്ട്. ഇപ്പോഴും പ്രത്യേക സാഹചര്യത്തിലാണ് ഇദ്ദേഹത്തിന് ട്രെയിൻ തട്ടുന്നത്. കാലിൻ്റെ 2 പത്തി ഇദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം നടക്കാൻ ഒരുപാട് പ്രയാസപ്പെടുന്നു. തട്ടിയ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹത്തിനെ നമ്മൾ കാണുന്നത്. കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റലിൽ നിന്നും അവിടുന്ന് കോളേജിലേക്ക് റെഫർ ചെയ്തിട്ട് വീണ്ടും ബീച്ച് ഹോസ്പിറ്റലിലേക്ക് എത്തി അന്ന് മുതൽ അദ്ദേഹത്തിനെ ഞങ്ങൾ നോക്കുന്നുണ്ട്. ഞങ്ങളെക്കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് ഇദ്ദേഹത്തിന് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം ഇദ്ദേഹം തെരുവിൽ നെരുങ്ങി നിൽക്കുമ്പോൾ ഒരു പലക വണ്ടി ഫസ്റ്റ് തന്നെ ഉണ്ടാക്കി കൊടുത്തു. പിന്നീട് മഴ ആയപ്പം ഒരു വീൽ ചെയർ വാങ്ങിക്കൊടുത്തു. പിന്നീട് ആ വീൽ ചെയർ നഷ്ടപ്പെടാൻ തോന്നി വീണ്ടും ഒരു വീൽ ചെയർ വാങ്ങിക്കൊടുത്ത്. പിന്നീട് വേറൊരാളെ സഹായത്തിൽ 3 ചക്രം വണ്ടി വാങ്ങിക്കൊടുത്ത്. അത് കേടായി വീണ്ടും വീൽ ചെയർ വാങ്ങിക്കൊടുത്ത്. ഇപ്പം ഞങ്ങൾക്ക് ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇപ്പോൾ 2 ആഴ്ച മുന്നേ കോഴിക്കോട് ബീച്ചിൽ കൂടുതലും നമ്മുടെ ടൗൺ പോലീസ് സ്റ്റേഷൻ്റെ സേവനമാണ്, അവരുടെ ഡ്യൂട്ടിയാണ്. അതിൽപ്പെട്ട ആ സ്റ്റേഷനിൽപ്പെട്ട ഒരു സാറ് നമ്മളെ ഒരു വളണ്ടിയറിനോട് പറഞ്ഞു, നിങ്ങളിങ്ങനെ തെരുവിലെ മക്കൾക്ക് ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നില്ലേ, ഇദ്ദേഹത്തിനൊന്ന് നോക്കിക്കൂടെ, ഇദ്ദേഹത്തിന് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുത്തൂടെ? സാർ അറിയാത്തതിനെ കൊണ്ടായിരിക്കും. പക്ഷെ ജനങ്ങളായി നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാതെ വയ്യ. ചിലപ്പം ഞങ്ങൾ വലുതേ കൈ കൊടുക്കും, ഇടതേ കൈ അറിയരുതെന്ന് കരുതുന്നുണ്ട്. പക്ഷെ ഇന്ന് സമൂഹത്തിൽ ഒരു സംഘടന വിജയിക്കാൻ അത്യാവശ്യമായിട്ട് വന്നിട്ടുണ്ട് ഓരോ ഫോട്ടോസും വീഡിയോസൊക്കെ. സത്യമാണ്. അപ്പം ഞങ്ങളെക്കൊണ്ട് TMKനെ കൊണ്ട് ബഷീർക്കൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ മാക്സിമം ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അന്നത്തെ കാലത്ത് ഞങ്ങളെ കടക്കക്കാരെ കുട്ടികളും മനുഷ്യത്തൊഴിലാളികളെ ഒരൊറ്റ ഫണ്ട് കൊണ്ട് മാത്രമാണ് ഇവരെ പോലത്തെ സ്വന്തം മക്കൾ മാതാപിതാക്കളെ ഇറക്കി വിടുന്നത്, അല്ലെങ്കിൽ സ്വന്തം ഭാര്യ ഭർത്താവിനെ ഇറക്കി വിടുന്നത്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇറക്കി വിടുമ്പോൾ ഒരു തെരുവിൽ പല സ്റ്റേറ്റിൽ നിന്നും വന്നിട്ട് കോഴിക്കോട് ഉണ്ടെങ്കിൽ അവർക്ക് അസുഖം വന്നിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ഇവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്ത് കൊടുക്കാൻ നമ്മൾ നോക്കുന്നുണ്ട്. ബൈസ്റ്റാൻഡർ ഇല്ലാതെ ഒരുപാട് മരണങ്ങൾ. പക്ഷെ ആരോരുമില്ലാത്തവർക്ക് മറ്റാരും വരുന്നില്ല. കാരണം അവർക്ക് പബ്ലിസിറ്റി കിട്ടില്ല, അവർക്ക് തിരിച്ച് വേറെ സഹായങ്ങൾ കിട്ടില്ല. അങ്ങനെയാണ് ഞാനിതിൽ കൂടെ മനസ്സിലാക്കി കേട്ടോ. ഇപ്പം ഞങ്ങൾ TMKൻ്റെ കൂടെ ഒരുപാട് ആൾക്കാർ സേവനത്തിനുണ്ടായിരുന്നു. സത്യമാണ്. അവർക്കൊന്ന് ഉന്നതങ്ങളിൽ എത്തിക്കഴിഞ്ഞ്. കാരണം ഇതിലേക്ക് ഫണ്ട് വരില്ല. ഇത് കൂടുതലും സേവന, ശരീരം കൊണ്ട് ചെയ്യണം, മനസ്സുകൊണ്ട് ചെയ്യണം. ചിലപ്പോൾ ഒരു കൂടപ്പുറപ്പിൻ്റെ മാതിരി നോക്കണം, ചിലപ്പോൾ ഒരു അമ്മൻ്റെ മാതിരി നോക്കണം. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊരു സംഘടനയാണിത്. ഇപ്പോൾ ഞങ്ങൾ നിങ്ങളെ മുന്നിലേക്ക് വരുമ്പം എല്ലാവരും വയനാട്ടിലേക്ക് കൊടുത്ത് പക്ഷെ ജീവിതത്തിന് നിത്യ ആഹാരത്തിന് ഇവരെ പോലത്തെ ഒരുപാട് ആൾക്കാർക്ക് കൊടുക്കുന്ന സ്റ്റേജ് വരെ ഇപ്പം നിർത്തി വെക്കുന്ന ഒരു സാഹചര്യമാണ് വന്നിട്ട്. കാരണം ഫണ്ടില്ല. 10 റുപ്യ ചോദിച്ചിട്ട് നിങ്ങളെ മുന്നിലേക്ക് വരുമ്പോൾ നിങ്ങൾ വയനാട്ടിലേക്ക് കൊടുത്തിട്ടുണ്ടെന്ന് പറയാൻ വെച്ചാൽ ഈ പാവങ്ങൾക്ക് പിന്നെ ആരാ ഉള്ളത്? നിങ്ങളെ ഉള്ളൂ, നിങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇവരെ സംരക്ഷിക്കാൻ വേറെ ആരുമില്ല. ഒരു സർക്കാരും വരുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. നിങ്ങൾ ജനങ്ങളാണ് സർക്കാരും ജഡ്ജും പോലീസൊക്കെ വരെ. ഇതിൽ നല്ലവരുണ്ടാവും, ഏറ്റവും കൂടുതൽ നല്ലവരുണ്ടാവും. തെറ്റ് ചെയ്യാത്തവരില്ല, തെറ്റ് ചെയ്തവരുണ്ടാവും. അതിലേക്കാണ് നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളെ മുന്നിലേക്ക് ഇനിയും ഞങ്ങളെ വളണ്ടിയേഴ്സ് വരുമ്പോൾ തട്ടി മാറ്റരുത് ആ കൈകൾ. നിങ്ങളടുത്തുള്ള ഒരു പൊതി ഭക്ഷണത്തിൻ്റെ ഫണ്ടെങ്കിലും കൊടുക്കാൻ സാധിക്കട്ടെ എന്ന് വിനയമായി അപേക്ഷിക്കുകയാണ്. പ്ലീസ്. അത്രയ്ക്കും സാഹചര്യം പറ്റ മോശങ്ങളായിട്ട് വരുന്നത്. ഞങ്ങളിങ്ങനെയല്ലായിരുന്നു. ഞാൻ വീണ്ടും പറഞ്ഞ്, വർഷങ്ങൾക്ക് മുന്നേ ഞങ്ങൾ എന്നെ അധ്വാനിച്ചിട്ട് ഞങ്ങൾ എന്നെ ചെയ്യുന്നൊരു പ്രസ്ഥാനം. അന്നൊരു 50 ആൾക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ടെങ്കിൽ 100 തികയുന്നില്ല. ചെലവുകൾ കൂടുതലാവുന്ന കടബാധ്യത ഏറ്റതിനെ കൊണ്ടാണ് ഇങ്ങനൊരു പിരിവിലേക്ക് നിങ്ങൾ മുന്നിലാക്കായിട്ട് വന്നത്. നിങ്ങൾക്കും എപ്പോഴെങ്കിലും എന്തെങ്കിലും സഹായത്തിന് ഞങ്ങളെ വിളിക്കുക, ഞങ്ങളുണ്ടാവും ആ വിളിപ്പുറത്ത്. ആ ഫോൺ നമ്പറൊക്കെ അതിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളെ ഒരിക്കലും
ഇവരെ കൈവിടരുത്. ഇനി നിങ്ങൾ മാത്രമേ ഉള്ളൂ അവർക്ക്. ആരുമില്ലാത്തവർക്ക് അവനവൻ തന്നെയാണ് അവൻ്റെ ശക്തി. പിന്നെ അവനെ സൃഷ്ടിച്ച സൃഷ്ടാവും. അതിനൊപ്പമാണ് നിങ്ങൾ കൈവിടരുത്, തട്ടി മാറ്റരുത്. ആവുന്നത് ഒരു പൊതി ഭക്ഷണമെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കൊടുക്കാൻ സാധിക്കട്ടെ. പിന്നെ നിങ്ങളെ യൂസ് ചെയ്ത വസ്ത്രങ്ങൾ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതും അത്യാവശ്യമായിട്ട് വന്നിട്ടുണ്ടെന്ന്, അതും നിങ്ങൾ ശേഖരിക്കണം. കോഴിക്കോട് ലിങ്ക് റോഡാണ് ഈ ഓഫീസ് കിടക്കുന്നത്, റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത്. നിങ്ങൾ എന്തെങ്കിലും ഒക്കെ ഇവർക്ക് വേണ്ടി ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇങ്ങനൊരു വീഡിയോ ഒക്കെ ചെയ്യാൻ കാരണം. തീർച്ചയായിട്ടും അത് നിങ്ങളടുത്ത് നിന്ന് പ്രതീക്ഷിക്കാണ്. താങ്ക് യു. ദാറ്റ്സ് ഓൾ. എൻ്റെ ഭാഗത്തുനിന്നും എൻ്റെ വാക്കിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങളത് പറഞ്ഞ് മനസ്സിലാക്കി തരണമെന്ന് വിനയത്തോടെ ഒരിക്കൽ കൂടി അപേക്ഷിക്കുന്നു. ദാറ്റ്സ് ഓൾ.